വിചേട്ടാ നമസ്കാരം. നമസ്കാരം. വിചേട്ടാ, ബംഗ്ലാദേശിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇസ്കോൺ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആത്മീയ ആചാര്യനായിട്ടുള്ള ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്തിട്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്, ദിവസങ്ങൾ പിന്നിടുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പോഴും ജയിലിനകത്ത് കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനിടയിൽ ധാക്ക കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നു. ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിൽ നിന്ന് നിരോധിക്കണം എന്ന് പറഞ്ഞ ഒരു ഓലയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലോട്ട് എത്തിയിരിക്കുന്നത്. മിക്കവാറും ഹൈക്കോടതി നിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിക്ക് അവിടെ ജാമ്യം പോലും കൊടുത്തിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആക്രമിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. ഈ ബംഗ്ലാദേശ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നിട്ട് ഇന്ത്യ എന്താണ് ഒന്നും ചെയ്യാത്തത്? ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അവിടെ ആക്രമിക്കപ്പെടുമ്പോൾ, ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അപലപിക്കുകയാണ്, ശക്തമായ താക്കീത് കൊടുക്കുകയാണ്. ഇത്ര മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നത്. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇനിയും അഭയം കൊടുക്കാൻ നമുക്ക് സമയമായിട്ടില്ല. ഇതിനകത്തൊരു കാര്യം ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ നോക്കുമ്പോൾ ഈ സ്വാമിക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ജയിലിനകത്ത്. അതായത് ശരിക്കും ഒരു പീഡനമാണ് അതിനകത്ത് നടക്കുന്നത്. എന്തുകൊണ്ട് ഇസ്കോൺ നേതാവ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ചത്? കാരണം അനവധി സന്യാസി മഠങ്ങൾ ബംഗ്ലാദേശിലുണ്ട്. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്കോൺ ലോകത്തെമ്പാടുമുള്ള ഒരു മഠമാണ്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ഭക്തി പ്രസ്ഥാനം. തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഇസ്കോന്റെ സ്ഥാപനം, ഓഫീസൊക്കെ. റഷ്യയിലുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അമേരിക്കയിൽ ഇത് വളരെ ശക്തവുമാണ്. അപ്പോ കഴിഞ്ഞ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വലിയ പ്രസംഗം ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്റെ സഹോദരങ്ങളാണ്, അവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾക്ക് ഞാൻ അറുതി വരുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞത് അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ പിന്തുണ നേടാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പോലും അമേരിക്കയിൽ വളരെ ശക്തമായ ഇസ്കോൺ, അതുപോലെ തന്നെ നാരായൺ സ്വാമി മഠം, അങ്ങനെ അനവധി മഠങ്ങളുണ്ട് അവിടെ വളരെ കരുത്താർജിച്ച. അവരുടെ അവരുടെ കൂടെ ഒരു പിന്തുണ ആർജിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോ ഈ ബംഗ്ലാദേശിന്റെ സംഭവം എന്ന് വെച്ചാൽ, ബംഗ്ലാദേശ് ഇപ്പോ ഒരുപാട് ഫണ്ടുകൾക്ക് വേണ്ടിയിട്ട് ലോകബാങ്കിന് അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ബംഗ്ലാദേശ് കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സോൾവ് ആണ്, ഇവിടെ എല്ലാം ശാന്തമാണ്. അപ്പൊ അവിടുത്തെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളും അതിക്രമങ്ങളൊക്കെ പുറത്തേക്ക് വിളിച്ചു പറയുന്നത് ഈ സ്വാമിയാണ്. കാരണം ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ സ്വാമിയുടെ ശബ്ദമുയർത്തുന്നു. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു. അത് മറ്റു ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് എത്തുന്നു. ഇതുകൊണ്ട് സ്വാമിയുടെ ഒച്ച ഇനി കേൾക്കാൻ പാടില്ല, സ്വാമി ഇനി അങ്ങനെ പറയാൻ പാടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് സ്വാമി അവര് അകത്തിടുന്നത്. കാരണം ഈ IMF അടക്കമുള്ള ബാങ്കുകളുടെ മറ്റുമൊക്കെ ഈ സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. രാജ്യത്തിന്റെ തിരിച്ചടവിനുള്ള കപ്പാസിറ്റി മാത്രമല്ല, ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങള് അടിച്ചമർത്തപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാനൊക്കെ ഈ ബ്ലാക്ക് ലിസ്റ്റിലും ഗ്രേ ലിസ്റ്റിലും ഒക്കെ പെട്ടുകിടക്കും. അത് ആഭ്യന്തര പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ. അവിടെയാണ് ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു മാത്രമല്ല ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ. എണ്ണത്തിൽ കുറവാണെങ്കിലും ക്രിസ്ത്യാനിയുണ്ട്, ജൈനനുണ്ട്, ബുദ്ധനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ ഇതാണ് സ്വാമിയുടെ ശബ്ദം അടക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. ചിറ്റഗോങ് ഹിന്ദുത്വത്തെ അടിച്ചമർത്തുക എന്നുള്ള, അത് ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചിറ്റഗോങ്. അവിടെ അടിച്ചമർത്തുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇവിടെ ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടെ ആ ഉരുക്കും, പിന്നെ രണ്ടാമത്തെ ബംഗ്ലാദേശ് കരുതുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു ടൈപ്പിന് അവർ ശ്രമിക്കുന്നുണ്ട് ഈ UNS വന്നതിന് ശേഷം. പക്ഷെ ഇന്ത്യ അതിന് ചെവി കൊടുത്തിട്ടില്ല. കാരണം അവിടെ ഇന്ത്യ പറയുന്നത്, ആദ്യം അവിടെ ഒരു നല്ല സർക്കാർ വരട്ടെ, ഈ ഇദ്ദേഹത്തെ പിന്നെ പ്രധാനമന്ത്രി അല്ലല്ലോ, ഉപദേഷ്ടാവാണ്. അതായത് അവിടെ ഇപ്പോഴും ഭരണമില്ല ബംഗ്ലാദേശിൽ. പ്രക്ഷോഭകാരികൾ വെച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയുടെ തലവനാണ് ഇദ്ദേഹം. ഇപ്പൊ ഇന്ത്യ പറയുന്നത് അവിടെ വരട്ടെ, സ്ഥാനങ്ങൾ വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ കൂടി ആകണം ഈ സ്വാമി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഷേഖ് ഹസീനെ വിട്ടുകിട്ടണം എന്നുള്ളത് ബംഗ്ലാദേശ് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ അത് മൈൻഡ് ചെയ്യുന്നില്ല. ബംഗ്ലാദേശിന്റെ അഭിപ്രായത്തോട് നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനികൾ അവിടുത്തെ വൈദ്യുതി പോലും കട്ട് ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു. ഇന്ത്യയുമായിട്ട് സംസാരിക്കാനായിട്ട്, നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ, അമേരിക്ക വെച്ച് സംസാരിക്കാനായിട്ട് UNS ശ്രമിക്കുന്നു. മോദി അതിന് ചെവി കൊടുത്തതേ ഇല്ല.
അങ്ങനെ പല വേദികളിലും ഇന്ത്യയായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും പിന്നെ ബംഗ്ലാദേശ് സർക്കാർ അല്ലെങ്കിൽ ഈ ഇടക്കാല സമിതിയുടെ അധ്യക്ഷൻ ഉപദേഷ്ടാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിനൊന്നും ഇന്ത്യ ഒന്ന് സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ രണ്ട് ലക്ഷ്യത്തിലാണ് ഈ സാമിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. കാരണം സാമിയെ നിലവിലത്തെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇസ്കോൺ ഒരു സായുധ ഗ്രൂപ്പോ വിപ്ലവ ഗ്രൂപ്പോ വിഘടനവാദികളോ തീവ്രവാദി സംഘടനയോ ഒന്നുമല്ല. ലോകത്ത് ഒരിടത്തും ഇസ്കോണിന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ടതായിട്ട് നമുക്ക് ഇതുവരെ വാർത്തയുമില്ല. പുതിയ സംഘടനയൊന്നും അല്ല ഇവര്, വാർത്തയുമില്ല, ഇതൊന്നുമില്ല. അങ്ങനെയുള്ളിടത്ത് എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് ഒരു നീക്കം നടത്തി എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ രണ്ടെണ്ണമാണ്. അതൊന്ന് ഈ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ സാമിയിലേക്ക് തിരിയുന്നു. അപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന പീഡനങ്ങൾ പുറം ലോകം അറിയുന്നു. കാരണം ഇസ്കോൺ ലോകമെമ്പാടും ഉണ്ട്. കാരണം അവർക്ക് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ആവശ്യമില്ല. ഇസ്കോണിന്റെ വാർത്തകൾ അവരുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഓൺലൈൻ ശൃംഖലയിൽ കൂടെ അവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇപ്പൊ ഈ ഇന്ത്യയുടെ അറ്റൻഷൻ നേടുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് നമുക്ക് പുറമേ കാണാൻ അല്ലെങ്കിൽ പറയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ അകമേ എന്ന് പറഞ്ഞാൽ എല്ലാ മതരാഷ്ട്രങ്ങളിലും അവിടെ എന്താണ് അമുസ്ലിങ്ങളായിട്ടുള്ളവരെ കൊന്നൊടുക്കുന്ന ഒരു രീതി എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇത് ഇറാഖിൽ കണ്ടതാണ്. യസീദികളെ കൊണ്ടുവന്നിട്ട് ഏതൊക്കെ തരത്തിലാണ് അവരെ പീഡിപ്പിച്ചത്, അവരുടെ സ്ത്രീകളെ എങ്ങനെയാണ് പീഡിപ്പിച്ചത്. പാകിസ്ഥാനിൽ നമ്മളിത് കാണുന്നുണ്ട്, നമ്മളിത് എല്ലായിടവും കാണുന്നുണ്ട്. അപ്പോ പാകിസ്ഥാനിൽ ഇപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള ചില വിഭാഗങ്ങൾക്കെതിരെ ഇപ്പൊ എത്രയോ നാളായിട്ട് അവിടെ ഇന്നും ഷിയയും സുന്നിയും തമ്മിലുള്ള അടി ഇന്നും ഇന്നും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് അവരുടെ വിശ്വാസം, ആ വിശ്വാസത്തിനെതിരെ നിൽക്കുന്നവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കൊലപാതകം കൊണ്ട് നമുക്കൊന്നും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം മാത്രമേ ഉണ്ടാകുമായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകളാണ് ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകയാണ്. അവരുടെ പ്രത്യയശാസ്ത്രം വിജയിപ്പിക്കാൻ വേണ്ടി അവർ എത്രയോ പേരെ എല്ലായിടത്തും ലക്ഷക്കണക്കിന് പേരെ കൊന്നില്ലേ? എന്നിട്ട് ആ പ്രസ്ഥാനം ഇന്നുണ്ടോ? ഇല്ല. കൊലപാതകത്തിൽ കൂടെ നമുക്ക് ആശയത്തെ ആശയം കൊണ്ട് നമുക്ക് നേരിടാൻ കഴിയും, ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ കൊന്നാൽ മാത്രമേ ശരിയാകൂ, അവരെ പൂർണ്ണമായി ഇല്ലാതാക്കണം എന്നൊരു നിലപാടിലേക്ക് മാറി. ഇതെല്ലാം എന്താ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ രാജ്യങ്ങളിലും അതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യങ്ങൾ കൂത്തി തകർന്ന് തരിപ്പണമായി പോകുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങൾ വേറെയും ഉണ്ട്. അവിടെ ഒന്നും ഈ ചിന്താഗതി അവർ വെച്ച് പുലർത്തുന്നില്ല. ഏതെങ്കിലും ഒരു ഗൾഫ് രാഷ്ട്രത്ത് ഏതെങ്കിലും ഒരു തീവ്രവാദി സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അവരല്ലേ ഏറ്റവും വലിയ വിശ്വാസികൾ പ്രവർത്തിക്കുന്നില്ല. വിഘടനവാദികൾ പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ ഏതെങ്കിലും ഹെയ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അവിടൊക്കെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെങ്കിൽ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട്. അത് വെച്ചാൽ അവർക്ക് അവരുടെ രാജ്യം നന്നാകണമെന്നും രക്ഷപ്പെടണമെന്നും ലോകത്തിന്റെ മുൻപിൽ തങ്ങളുടെ രാജ്യം മാന്യമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അവരും ഈ സെയിം വിശ്വാസം തന്നെയല്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് കുറെ ഫ്രോഡുകളാണ്. ഞാൻ എല്ലാ കാലവും പറയാറുണ്ട്, ഇത് മതതീവ്രവാദികൾ നല്ല ഇതാ പറയണ്ട, ഇത് മതത്തിനകത്തുള്ള ഗജ ഫ്രോഡുകളാണ്. അതായത് ഈ എന്താ പറയുന്നത്, വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പണി. അവിടെയാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ പെട്ട് കിടക്കുന്നത്. ഇതിനകത്തൊരു ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ബംഗ്ലാദേശിലുള്ള ഈ ബഹളം വെക്കുന്നവർക്കും അതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നില്ല. ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറ്റ് കഴിഞ്ഞാൽ ബൈഡൻ ഇപ്പോൾ ബംഗ്ലാദേശോട് കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണർ ഒരിക്കലും ബൈഡൻ കാണിക്കില്ല. ഇപ്പോ തന്നെ US-ലുള്ള ഈ ഹൈന്ദവ സംഘടനകള് അമേരിക്കൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കണം, ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത ആക്രമണമാണ്. അതിനകത്ത് ഒരു ആക്ടിവിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ബൈഡൻ ഇതാണോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കൂ എന്നുള്ള ബൈഡന്റെ നയമെന്നാണ്. ബൈഡൻ പോയി ഇനിയിപ്പോ അധികം നാളുകളൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമ്മർദ്ദം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഹിന്ദു സംഘടനകൾ നടത്തുന്നുണ്ട്, അമേരിക്കയിലടക്കം. അപ്പോൾ ട്രംപ് വരുമ്പോഴത്തേനും സ്വാഭാവികമായി അത്തരത്തിലൊരു നീക്കുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു സൈഡ് ഉണ്ട്. ഈ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന പശ്ചിമ ബംഗാൾ, ആസാം, ത്രിപുര തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകും, ഇതിന്റെ ഒരു തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ കിടക്കുന്ന ഈ ചിറ്റഗോങ്ങിൽ കിടക്കുന്നവരൊക്കെ ആസാമിൽ നിന്നും ഈ പശ്ചിമ ബംഗാളിലൊക്കെ പോയ ബംഗാളി ബ്രാഹ്മൺസ് അടക്കമുള്ളവരാണ് കിടക്കുന്നത്. ഈ ആസാമിൽ ഏറ്റവും വലിയ കുടിയേറ്റക്കാരായിട്ടുള്ളത് ആരാ? ഈ ബംഗാളി ബ്രാഹ്മൺസ് ആണുള്ളത്. അവരെന്തുകൊണ്ടാണ് ആസാമിലോട്ട് കുടിയേറേണ്ടി വന്നത്? ഈ ബംഗ്ലാദേശിൽ മുമ്പ് നടന്ന കലാപങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവർ ഓടി വന്നതാണ്. അപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ തന്നെ, കാരണം നമ്മൾ കണ്ടതാണ് 2-3 മാസം മുമ്പ് ആസാമിലുള്ള കംപ്ലീറ്റ് ബംഗ്ലാദേശികളെ കടയം പൊട്ടി സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. കാരണം അവിടെ ഈ മത്സ്യ കച്ചവടം ഉൾപ്പെടെ നടത്തുന്ന ബംഗ്ലാദേശികളായിരുന്നു. എല്ലായിടത്തും പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. അത് പറഞ്ഞത് ഈ RSSO BJP ഒന്നും അല്ല,
അവിടുത്തെ ഈ പ്രാദേശികമായ സംഘടന. അതിന് പറയാനൊരു കാരണമുണ്ടായിരുന്നു. കാരണം അവിടെ ഈ നിരന്തരം ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ മറ്റും പീഡിപ്പിക്കുന്ന മുഴുവൻ ഈ ബംഗ്ലാദേശികളായിരുന്നു. അങ്ങനെയാണ് അവരെ കംപ്ലീറ്റ് കെട്ടുകെട്ടിച്ചു. അപ്പൊ ബംഗ്ലാദേശിലെ കച്ചവടക്കാർക്ക് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് അസാമിലുള്ള ചില മുസ്ലിം സംഘടനകൾ പറഞ്ഞു, ഞങ്ങൾ ഇനി മത്സ്യം ഇറക്കുമതി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അവന്മാരോടും പറഞ്ഞു നിങ്ങളെ വിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം കൊണ്ടുവന്ന് അവരിപ്പോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെ പശ്ചിമ ബംഗാളിലും വരും. അതുകൊണ്ടാണ് മമതാ ബാനർജി എങ്ങും തൊടാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം. അവിടെ ഇനിയിപ്പോ കേന്ദ്രം കയറി അടിച്ചെന്ന് പറഞ്ഞാലും മമതാ ബാനർജി അനങ്ങത്തില്ല. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ച് അവരുടെ ബേസ് വോട്ട് കിടക്കുന്ന ഈ ബംഗാളി ബ്രാഹ്മൺസ് അടക്കമുള്ള ബംഗാളികളുടെ വോട്ടാണ്. അവിടെ കുടിയേറി വന്ന റോഹിംഗ്യകളുടെ വോട്ടാണ് ഇവർക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നു, ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ളൂ. പക്ഷെ അവര് മാത്രം വോട്ട് ചെയ്ത് ഇവർ ഒരു കാലത്തും അധികാരത്തിൽ വരില്ല, ഇവരെന്നല്ല ആരും വരില്ല. അതുകൊണ്ട് അവർ അനങ്ങാനുള്ള യാതൊരു സാധ്യതയില്ല. അവർ ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. അവർ ആകെ പറഞ്ഞൊരു അഭിപ്രായം, കേന്ദ്രം എന്ത് നടപടി എടുക്കുന്നു അതിനൊപ്പം ഞാൻ നിൽക്കും എന്നാണ് മമത പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നത് ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മമതയുടെ കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി കേന്ദ്രം എന്ത് പറഞ്ഞാലും എതിർത്തുകൊണ്ടിരുന്ന മമത ഇപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ നടത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ അറ്റൻഷനിലേക്ക് പോകും. ബംഗ്ലാദേശിന് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ബംഗ്ലാദേശിനെ കണക്ക് ഒരു രാജ്യത്തിന് അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പാകിസ്ഥാനെ നോക്കിക്കൊണ്ട്, അത് അവർ തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, പാകിസ്ഥാനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യയുമായിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു ബന്ധം ഒന്ന് സാധിച്ചെടുക്കണം. അതിന് പല വഴിയും നോക്കുന്നുണ്ട്. ഇന്ത്യ ഏതായാലും ഇപ്പോഴുള്ള ഭരണകൂടവുമായിട്ട് യാതൊരു ബന്ധത്തിനുമായി തയ്യാറായില്ല. കാരണം അത് ഓൾറെഡി അവിടെ ഒരു ഭരണകൂടം ഇല്ല. ഇപ്പോൾ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ലോകത്തെ എല്ലായിടത്തും താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റുകളുമായിട്ട് ആരും ചർച്ച നടത്താറില്ല. അപ്പൊ ആ ഒരു നിലയിലാണ് കാര്യം. ഈ ഇസ്കോണിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് കൂടാതെ ഏതാണ്ട് 2 കോടിയിൽ അധികം വരുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യയെ പണിയെടുക്കുന്നുണ്ട് പലയിടത്തും. അപ്പം അവിടുത്തെ മതഭ്രാന്തന്മാരെ കണക്ക് ഇവിടെയും മതഭ്രാന്തന്മാരുണ്ടാകുമല്ലോ, സ്വാഭാവികമല്ലേ, എല്ലായിടത്തും ഉണ്ടാകും. അപ്പൊ അവിടെ ഉള്ളവരെ പോലെ അവിടെ അടി കിട്ടുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അടി കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ അടി തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ എന്താകും? ഇവിടുന്ന് ഒരു പലായനം അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റില്ല. കാരണം ആ, ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കള് കുടിയേറ്റക്കാരല്ല. അവര് ബംഗ്ലാദേശിൽ തന്നെ ജനിച്ച് വളർന്ന, അത് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിച്ച് തന്നെ ഇന്ത്യയുടെ സഹായത്തിലാണ്. ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ജീവനും രക്തവും കൊടുത്തുണ്ടാക്കിയെടുത്ത രാജ്യം. അവിടെ ഉള്ളവര് തന്നെയാണത്, അല്ലാതെ അവര് പുറത്തുനിന്നൊന്നും കുടിയേറിയവരല്ല. നേരെ മറിച്ച് ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ജോലി തേടി വന്നവരാണ്. ഇവിടെ വന്ന് കള്ള ഐഡിയ ഒക്കെ ഉണ്ടാക്കി ജോലി ചെയ്ത്, രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അടി വന്നു കഴിഞ്ഞാല് അവിടെ താങ്ങാനുള്ള ശേഷിയില്ല. ഇത് ഞാൻ മുമ്പ് ഈ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ നേപ്പാളിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ രാജാവ് വെടിയേറ്റ് മരിച്ചൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ദേവയാനി എന്ന് പറയുന്ന, അപ്പൊ ഈ ദേവയാനി പഠിച്ചിരുന്നത് മുംബൈയിലാണ്. മുംബൈ ആയിരുന്നു എന്ന് മാത്രമല്ല, ദേവയാനിക്ക് പങ്കജ മുണ്ടയുടെ ഫാമിലിയായിട്ട്, സോറി, പ്രമോദ് മഹാജിന്റെ ഫാമിലിയായിട്ട് അടുത്ത ബന്ധമുണ്ട്. ദേവയാനി ഒരു രാജകുടുംബാംഗമാണ്. നേപ്പാൾ രാജാവിന്റെ ഫാമിലി തന്നെ വിടുന്നു. അപ്പൊ അവിടുത്തെ രാജാവ്, അദ്ദേഹത്തിന് പേര് ഞാൻ പറഞ്ഞു, വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിന് ഈ ദേവയാനിയോട് കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദേവയാനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അതൊന്ന് വെടിയേറ്റ് മരിച്ചു. വെടിയേറ്റ് മരിച്ചത് കൊട്ടാരത്തിനകത്തുള്ള എന്തോ ഒരു സംഭവമാണ്. ഇന്നും അതിന്റെ ഒരു കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ചുരുതിരെ വെടിയേറ്റ് മരിക്കുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് ഈ നേപ്പാളികൾക്ക് ഇന്ത്യയോട് കുറെ വിരോധം ഉണ്ട് സ്വാഭാവികമായിട്ട്. അത് ഈ ചൈനയുടെ ഒരു ഇൻവേഷന്റെ ഭാഗമായിട്ടുണ്ടാകും. അന്ന് അവിടെ അടിച്ചിറക്കിയ സാധനം. കാരണം ഞാൻ അവിടെ പറയാൻ കാരണം എന്റെ കസിൻ അവിടെ മെഡിക്കൽ കോളേജാണ്, ഞാൻ ധനുഷോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോയപ്പോഴാണ് ഇത്, ആ ദിവസങ്ങളാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ വലിയ കലാപരൂഷം പൊട്ടിപ്പുറപ്പെടുകയാണ് ഇന്ത്യക്കെതിരെ. ഇന്ത്യയാണ് ഇത് ചെയ്യിച്ചത്. അല്ലാതെ പറയുന്ന കാര്യം, ദേവയാനി ഈ പ്രമോദ് മഹാജനോട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ഒരു ശല്യമാണ്, തീർത്തു തരണം. അന്ന് പ്രമോദ് മഹാജന്റെ മോളും ദേവയാനിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെയാണ് ഈ പ്രമോദ് മഹാജന്റെ വീട്ടിലേക്ക് ഇവർ എത്തുന്നത്, ബന്ധപ്പെടുന്നത്. അപ്പോ അദ്ദേഹം അന്ന് ഈ പ്രമോദ് മഹാജൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നമ്മുടെ ഈ അമിത്ഷായുടെ ഒക്കെ വേറൊരു ടൈപ്പാണ്. പക്ഷെ ചിരിക്കുന്ന മുഖം. അദ്ദേഹം ആളെ വിട്ട്, നമ്മുടെ കാനഡയിലെ ട്രൂഡോ പറയുന്ന നിനക്ക് അജ്ഞാതനെ വിട്ട് കൊല്ലിച്ചതാണ് എന്നാണ് നേപ്പാളികൾ വിശ്വസിക്കുന്നത്, ഒരു വലിയ വിഭാഗം. അന്ന് നമ്മുടെ വാജ്പേയി സർക്കാർ ഭരിക്കുന്നു. ബാൽട്ടാക്കറെ എന്ന് എല്ലാ സർവ്വ സന്നാഹങ്ങളോട് മഹാരാഷ്ട്രയിലുണ്ട്. അങ്ങനെ ഇന്ത്യക്കാർക്ക് നേരെ വലിയ ആക്രമണം. അപ്പൊ എന്റെ കസിനും ഈ വേറൊരു ടീമിന് കാഠ്മണ്ഡു 2 മെഡിക്കൽ കോളേജുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങൾ. പ്രത്യേകിച്ച് കൂടുതൽ ഇന്ത്യൻ സ്ഥാപനങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ ഒരുപാട് വന്നു പോകും. തീപ്പെട്ടി പോലും ഇന്ത്യ എന്നാ വരുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ ഇന്ത്യക്കാർക്ക് വലിയ അടി വന്ന സമയത്ത് അന്ന് ബാൽട്ടാക്കറുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ അടിയങ്ങ് നിന്നു. ബാൽട്ടാക്കർ പറഞ്ഞ കാര്യം, ഞങ്ങൾ ഇവിടുന്ന് ഒരു അടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ നേപ്പാളികൾ വർക്ക് ചെയ്യുന്നത്. കാരണം നേപ്പാളികളെ സംബന്ധിച്ച് അവരുടെ ഗൾഫ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്.
ഇവിടെ വന്ന്. ഉം. ഇപ്പൊ ഇവിടുന്ന് ഞങ്ങളുടെ അടി തന്നാൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഈ ഇവിടുന്നുള്ള ആളെല്ലാം കൂടി നേപ്പാളിലേക്ക് ഇരച്ചു കയറി കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ തകരും ഒരു പരിധി വരെ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് പോകും. ഇതാണ് ഇതിന്റെ ഒരു ഇത്. ഇത് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പലരും പറയും, അങ്ങനെയെങ്കിൽ ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ ഹിന്ദുക്കളെയൊക്കെ തല്ലി ഓടിച്ചാൽ എന്താണെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. ഉം. അതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. കാരണം അവർക്ക് ഈ എന്താ തലയ്ക്കകത്ത് ആളതാമസമുള്ള രാജ്യങ്ങളാണ്. അവർക്കൊന്നും അതുകൊണ്ടാണ് അവർക്കൊന്നും ഇന്നുവരെ ഒരു പ്രശ്നമില്ലാതെ അവർ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നത്. ഈ പ്രാന്തന്മാരായ രാജ്യങ്ങളും അവിടെ കിടക്കുന്ന ചിന്താഗതിയും മാത്രമാണിത്. അപ്പം ഇതാണ് ഇനിയിപ്പോ നടക്കാൻ പോകുന്ന ഒരു സാധനം. ബംഗ്ലാദേശ് കുറച്ചുകൂടി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. വളരെ ശ്രദ്ധേയപരമായ കാര്യം, ചൈന ഇതേവരെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ചൈന മ്യാൻമാർ വഴി ബംഗ്ലാദേശ് വഴി കണക്ട് ചെയ്തിട്ട് ഒരു റൂട്ട് അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അത് അവർ പകുതിക്ക് വഴി വെച്ച് നിർത്തി. മ്യാൻമാർ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവര് ആ റൂട്ടിന്റെ പണി നിർത്തി വെച്ചു. കാരണം ഇത് പോകേണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ പൊരിഞ്ഞടിയാ. ഈ അടി മാറ്റിയിട്ട് അങ്ങനെ റോഡ് വെട്ടാൻ പറ്റുന്നത് അത് നിർത്തി. പാകിസ്ഥാനിൽ പോയി അവർ ഇല്ലാത്ത പുലിവാല് പിടിച്ചിരിക്കുക. ഇനി അവർ ബംഗ്ലാദേശിനോട് പോക്കി തലയെ വെക്കില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ചൈന ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്. അമേരിക്കയൊക്കെ ഉടക്കിക്കൊണ്ടും മറ്റു രാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ടും അവർക്ക് ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് ചൈനയ്ക്ക് മുൻപോട്ട് പോകാൻ പ്രയാസകരമാണ്. കാരണം അവരിപ്പോൾ ഉള്ള ക്രൈസിസ് അതിജീവിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇത് വേണം. കാരണം ഇന്നലെ ഇന്ത്യ അവരുടെ കുറച്ച് ഫുഡ് ഐറ്റംസിന് നിരോധനം ഏർപ്പെടുത്തിയായിരുന്നു ചൈനയുടെ. ഉം. പക്ഷെ സാധാരണഗതിയിൽ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ ഫുഡ് ഐറ്റംസിന് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ ഇതിന് ബദലായിട്ട് അവിടെ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും ഐറ്റത്തിന് നിരോധനം ഏർപ്പെടുത്തും. പക്ഷെ ചൈന അത് ചെയ്തില്ല. കാരണം ഉം. അതവർക്ക് അതതിനെ ഉൾക്കൊള്ളാൻ പറ്റിയത്. അപ്പൊ ചൈന എന്തുകൊണ്ടാണ് നമ്മോട് ഇത്ര സ്നേഹം കാണിക്കുന്ന അടുത്ത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, അത് അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ത്യയെ പോലെ വലിയൊരു വിപണി ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ഈ ബംഗ്ലാദേശിൽ ഇടപെടില്ല. ഈ ബംഗ്ലാദേശിൽ ആകെ ഇടപെടുന്ന ഒരു പാർട്ടി പാകിസ്ഥാൻ. അവര് ഫൈനാൻഷ്യലി അവരെ ഉം. സഹായിക്കുകയല്ല ചെയ്യുന്നത്, ഒരു പ്രസ്താവന നടത്തും, അത്രേ ഉള്ളൂ. ഉം. കാരണം ബംഗ്ലാദേശിനെ അവർക്ക് ഏത് രീതിയിൽ വന്നിട്ട് യുദ്ധം ചെയ്ത് സഹായിക്കാനില്ല, വേറെ ഒരു തരത്തിൽ സഹായിക്കാനില്ല. ഏതാണ്ട് ആ രാജ്യം തകർന്നു പോകും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ലോകത്തിനൊരു പ്രതീക്ഷയുള്ളത്, ഈ ട്രംപും മോദി അടക്കമുള്ളവർ വീണ്ടും കരുത്താർജിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഷേഖ് ഹസീന വീണ്ടും മടങ്ങി വരാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല. കാരണം വലിയ രീതിയിൽ സാമ്പത്തിക ടൈറ്റിലേക്ക് ബംഗ്ലാദേശ് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ശാന്തതയാകില്ല. അവിടുത്തെ ഒരു വലിയ ഭാഗം ഇപ്പോഴുള്ള ആ സിസ്റ്റത്തിനെതിരെ തിരിയാനും സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് എവിടെങ്കിലും അടിയറവ് പറഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിയും. കാരണം ബംഗ്ലാദേശ് ഏതാണ്ടൊക്കെ പൂർണ്ണമായിട്ട് മറ്റു രാജ്യങ്ങളുടെ സഹായത്തിന് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇത് ബംഗ്ലാദേശിന് ഉണ്ടാക്കി കൊടുക്കുന്ന ചീത്തപ്പേര് ചെറുതല്ല. ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പാകിസ്ഥാനിൽ പിന്നെ ഇത് സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ ഇത് പാകിസ്ഥാനിലെ പോലെ അല്ല. ചെറിയ ശതമാനം ഹിന്ദുക്കളല്ല ഉള്ളത്, ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മുടെ പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയുമായി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ഇതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇന്നത്തെ പൊളിറ്റിക്കൽ മൈലേജ് BJPക്ക് കിട്ടും. കാരണം ഇന്നലെ കോൺഗ്രസ് UN ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ വിഷയത്തിൽ ഇടപെടണം, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകണം. ഉം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ നിലപാടിലേക്ക് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവർക്ക് നന്നായി അറിയാം ഇന്ത്യയിൽ ആകമാനം ഹിന്ദുക്കൾക്കിടയിൽ ഇതൊരു വലിയ വികാരമായി മാറുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം തന്നെ പവൻ കല്യാണിന്റെ പാർട്ടി പ്രസ്താവന ഒരുപാട് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ UN ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. അമേരിക്കയിൽ ഇന്നലെ ഹിന്ദുക്കളുടെ പ്രകടനം ഉണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉപരോധം ഏർപ്പെടുത്തണം ബംഗ്ലാദേശിൽ നിന്ന്. അങ്ങനെ വലിയ രീതിയിലുള്ള ഫോഴ്സ് ഉണ്ട്. പിന്നെ ഇന്ത്യക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഈ സ്വാമിയുടെ കേസിൽ നിങ്ങൾ വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ഇതുപോലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി നമ്മുടെ ബന്ധം തകർക്കരുതെന്നാണ് അവിടുത്തെ UNS പറഞ്ഞത്. അപ്പം ഇന്ത്യക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ പരിധി വിടുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് മറ്റൊരു രീതിയിലേക്ക് മാറാതിരുന്നാൽ നന്ന്. കാരണം യുദ്ധത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, സംഘർഷം വേറൊരു രീതിയിലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പിന്നെ ഇന്ത്യയെ പോലെ ഉള്ള ഒരു രാജ്യത്തിന് ചിലപ്പോൾ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോയ വലിയൊരു ഫോഴ്സ് ഈ ബംഗ്ലാദേശിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ചൈന ഈ ഒരു വിഷയത്തിൽ ഇടപെടില്ല. അമേരിക്ക കൂടി ഉള്ള സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പ്രഷർ ചെയ്യാൻ പറ്റും, ബംഗ്ലാദേശിനെ പെടുത്താൻ പറ്റും. അതും ബംഗ്ലാദേശ് കരുതുന്നുണ്ടാകും. കാരണം യൂനസിനെ സംബന്ധിച്ച് അദ്ദേഹം മികച്ച ഭരണാധികാരിയൊന്നുമല്ല, ഒരു കെയർ ടേക്കർ മാത്രമാണ്. അവർക്കൊരു നല്ല ഭരണാധികാരിയെ കണ്ടെത്താൻ പറ്റുന്നില്ല ഉം. എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. ഏതായാലും ബംഗ്ലാദേശ് കുറച്ചുകൂടെ കൂടുതൽ കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങും. കാരണം ഇന്ത്യ ഇപ്പൊ അനങ്ങാതിരിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ചിലപ്പോ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഈ അജിത് ഡോവൽ, അമിത്ഷാ, അതിന്റെ ഒരു സ്പെക്കുലേഷൻ അങ്ങനെയുള്ള കരുതാം. ഈ സ്വാമിയൊക്കെ ചിലപ്പോൾ ജയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും ഇന്ത്യക്ക് ഒരുപക്ഷെ കഴിയുമായിരിക്കാം.
കാരണം ഇത് ഞാൻ പറയാൻ കാരണം അവിടെ ഈ കലാപം നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ വിദ്യാർത്ഥികൾ. അപ്പൊ അവര് പറഞ്ഞത് 2 മണിക്കൂർ നേരത്തൊക്കെ എങ്ങാണ്ട് രക്ഷപ്പെട്ട വിദ്യാർത്ഥികളാണ് പറഞ്ഞത്. അവിടുത്തെ കറണ്ട് കംപ്ലീറ്റ് പോയി, ഇരുട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, ഞങ്ങളുടെയൊക്കെ ഫ്ലാറ്റിന്റെ ഭാഗത്ത് ടാക്സി, ബംഗാളിൽ നിന്നുള്ള ടാക്സികൾ വന്ന് നിൽക്കുകയാണ്. ഈ ടാക്സിയിൽ ഇവർ കയറുന്നു, നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അത് പിന്നെ ഇന്ത്യ നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു, ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണെന്ന് വേണം പറയാം. പക്ഷെ ചിലപ്പോ അതിനപ്പുറത്തേക്ക് ചിലപ്പോ അവിടെ ഈ തുറന്നു വിട്ട ഭീകരനെയൊക്കെ അജ്ഞാതൻ എന്റെ വല്ല വിളയാട്ടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഗതി മാറും. 2 അജ്ഞാതന്മാരും ചെന്നാൽ തീരാവുന്ന പ്രശ്നമേ ബംഗ്ലാദേശിലുള്ളൂ. ഇപ്പൊ പാകിസ്ഥാനിൽ ഒരു 4-5 അജ്ഞാതന്മാരുടെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഏകദണ്ഡൊക്കെ ഒതുങ്ങി, അവിടുത്തെ ഭീകരവാദികളൊക്കെ. ഇവിടെ അത്രയും പോലും വേണ്ടി വരില്ല. ഇവിടെ 1-2 അജ്ഞാതന്റെ ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ മാറി മറിയാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ പറയുന്നില്ല അജ്ഞാതന്റെ ഇന്ത്യ ആണെന്ന്. പക്ഷെ അങ്ങനെ സംഭവിക്കാതെ ഇല്ല. പക്ഷെ ബംഗ്ലാദേശ് ഇപ്പോൾ ചെയ്യുന്നത് അവിടുത്തെ ഈ മതമൗലികവാദ സംഘടനകൾക്ക് അടിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഈ നീക്കം ആ രാജ്യത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഈ തകർച്ചയിൽ നിന്ന് അവർ കയറി വരാൻ വലിയ പ്രയാസകരമായിരിക്കും. അതാണ് സാമി അതിനൊരു നിമിത്തമാകും എന്നുള്ളതേ ഉള്ളൂ. അത് ആ രാജ്യത്തിന്റെ സാമി ഇനി അവിടെ ഒരു ഐക്കണായിട്ട് മാറും. അതാണ് ചിറ്റഗോങ്ങിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന സാമി ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ ഒരു ഐക്കണായി മാറിയിരിക്കുന്നു. ഇതുപോലൊരു സ്വാമി നാം മ്യാൻമാറിൽ കണ്ടതാണ്. അവിടെ ഒരു സ്വാമിയാണ് ആ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തിനെതിരെ നയിച്ചത്. ഒരു ബുദ്ധ സന്യാസിയായിരുന്നു. ആ സ്വാമിയെ പിടിച്ച് ജയിലിടുകയും കാര്യങ്ങളൊക്കെ നിന്ന് അവസാനം ഭരണകൂടത്തിന് ആ സ്വാമിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. അതുപോലെ ഇവിടെയും ആ ഒരു സംഭവിക്കാൻ സാധ്യത ഇല്ലാതില്ല. അങ്ങനെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ബംഗ്ലാദേശ് ഒറ്റപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. അതിന് പുറകെ വിജേട്ടൻ പറഞ്ഞ പോലെ പവൻ കല്യാൺ എല്ലാം ശക്തമായിട്ടുള്ള രീതിയിൽ പ്രസ്താവനകളുമായിട്ട് രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനിസാണ് അവിടുത്തെ ഭരണാധികാരി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. വിജേട്ടൻ പറഞ്ഞതുപോലെ ട്രംപ് ജനുവരി 20-ാം തീയതി അധികാരത്തിൽ ഏറുമ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് ചേർന്ന് നേരിടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണാം. ഈ സ്വാമി ചിന്മോയ് കൃഷ്ണദാസ് ഇതിനൊരു നിമിത്തമായി മാറട്ടെ, ഇവിടെയുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിമിത്തമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വിജയ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.